നമുക്കിതേ ഉണക്കക്കൊഴുവ വറുത്താലോ. അപ്പോൾ അതേ കുറച്ച് കൊഴുവ കിട്ടി കേട്ടോ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ ഞാൻ നന്നാക്കി വെച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അല്ലു വന്ന് കുറച്ചൊക്കെ നന്നാക്കിയൊക്കെ തന്നു കേട്ടോ. അപ്പോൾ കത്തിയൊക്കെ കൊടുക്കാഞ്ഞാൽ ബഹളം വെച്ചൊക്കെ പോയി. അപ്പോൾ അതേ ഇത്തിരി ഇടിച്ച മുളകില്ലേ അതൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കഴുകി അവർ കഴുകി ക്ലീൻ ചെയ്തതായിരിക്കാം, പക്ഷെ നമ്മൾ എന്നാലും ഞാൻ കഴുകും കേട്ടോ. കഴുകി നല്ലോണം വെള്ളം വാർത്ത് വെച്ചിട്ട് അത് നല്ലോണം ഉപ്പ് പുരട്ടി കുറച്ച് നേരം വെക്കും കേട്ടോ. എന്നിട്ടാണ് ഞാനത് ചെയ്യാറ്. അങ്ങനെ എല്ലാം നല്ലോണം ആ ചട്ടിയിലിട്ട് വെറുതെ ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ആ എണ്ണയൊന്നും ഒഴിക്കാതെ കണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് ചട്ടിയിൽ വാട്ടിയെടുത്തു. അത് കഴിഞ്ഞ് മാറ്റിയതിന് ശേഷം കേട്ടോ എണ്ണ ഒഴിച്ചത്. എണ്ണ ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ കൊഴുവയില്ലേ ആ കൊഴുവയും കൂടി അങ്ങോട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കരിമുരായിരിക്കണം. അത് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുഞ്ഞു കൊഴുവയല്ലേ, സൂചി കൊഴുവയാണ്. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ അത് ചെറുതാക്കി കുറച്ച് വെച്ചിട്ട് വേണം നല്ലോണം അങ്ങോട്ട് വറുത്തെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നല്ലോണം അങ്ങോട്ട് ഉള്ളി നല്ലോണം മൊരിയിച്ചെടുത്തു കേട്ടോ. ഉള്ളിയും വേപ്പിലയും കൂടിയിട്ട് നല്ലോണം മൊരിയിച്ചെടുത്തിട്ട് ആ ഇടിച്ച മുളകും കൂടി അങ്ങോട്ടിട്ട് നല്ലോണം വാട്ടിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞാണ് ഞാനത് ആ ഉണക്കക്കൊഴുവയും കൂടി ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴേക്കും എണ്ണയൊക്കെ നല്ലോണം വറ്റി. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ കരിമരാന്ന് പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞാനത് നല്ലോണം വറുത്തെടുത്തു. ഓക്കെ, ബൈ ബൈ, സീ യു, ടാറ്റാ.